ഇപ്പോൾ നമുക്കൊപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട കവി രാവുണ്ണി മാഷ് ചേരുകയാണ്. മാഷെ, ഈ സാഹിത്യോത്സവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സാഹിത്യോത്സവം വാസ്തവത്തിൽ വലിയ വിസ്മയമാണ്. സാഹിത്യ ലോകം ആണ് തൃശ്ശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഈ സാഹിത്യോത്സവത്തിൽ സാഹിത്യം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, സാഹിത്യം, സംസ്കാരം, ചരിത്രം, രാഷ്ട്രീയം, ഫാസിസം, അധികാരം, സിനിമ, നാടകം എന്നിങ്ങനെ നാനാ വൈവിധ്യമുള്ള മേഖലകളെ സംബന്ധിച്ച് ഏറ്റവും പ്രഗത്ഭരായ 300ഓളം ഫാക്കൽറ്റിയാണ് വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ജനാവലിയാണ് തുടക്കം മുതൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സാഹിത്യ സദസ്സുകൾ എന്നാൽ ഇത്രമേൽ ജനനിബിഡമായി എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുള്ളതാണ്. അങ്ങേയറ്റം ആവേശകരമായൊരു സംഗതി. കേരളത്തിന് പുറത്തു നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന്, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ഇത് കാണാനും കേൾക്കാനും പങ്കാളിയാവാനും വേണ്ടി മലയാളികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആവേശകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രമേയ വൈവിധ്യത്താൽ, പങ്കെടുക്കുന്ന ഫാക്കൽറ്റികളുടെ സവിശേഷതയാൽ, ചർച്ചകളുടെ വൈവിധ്യങ്ങളാൽ എല്ലാ നിലയ്ക്കും അവിസ്മരണീയമായ അത്യുജ്വലമായൊരു ഒരു സാഹിത്യോത്സവമാണ് തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വായന എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനത്തിൻ്റെ മാത്രം കാര്യമാണ്. ഈ സാഹിത്യോത്സവമൊക്കെ ഒരു ദുർച്ചലവാണ് എന്നുള്ള പ്രചരണമൊക്കെ ചില ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിവിടെ വന്ന് ഏതെങ്കിലും സെഷൻ നോക്കിയാൽ മതി, നന്നായി വായിക്കുന്ന വലിയൊരു ജനാവലിയാണ് നിത്യവും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെ കാണാനും ചെല്ലാൻ വേണ്ടി വലിയ ജനത്തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവരെ പരിചയപ്പെടാൻ. അപ്പോൾ തീർച്ചയായിട്ടും അക്ഷര ലോകത്തിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ഈ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവം നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാം. തീർച്ചയായിട്ടും അക്ഷരം വളരുന്നു, വായന വളരുന്നു, സാഹിത്യം വളരുന്നു. ഈ കാര്യത്തിലെല്ലാമുള്ള ജനങ്ങളുടെ ആകാംക്ഷയും താല്പര്യവും വീണ്ടും വീണ്ടും വെളിവാകുന്ന വിധത്തിലാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഓരോ ദിവസവും ഓരോ സെഷനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവുണ്ണി മാഷ് പറഞ്ഞതുപോലെ തന്നെ അക്ഷരം വളരുകയാണ്, സാഹിത്യം വളരുകയാണ്. അങ്ങനെ ഈ നാനാ തുറകളിലുള്ള എല്ലാ വിഭാഗം ആളുകളും അതിൻ്റെ വൈവിധ്യങ്ങൾ, അതായത് ഇപ്പോൾ മലയാളം എന്ന് മാത്രമല്ല അടയാളപ്പെടുത്തുന്നത്, കേരളത്തിൻ്റെ തന്നെ ഭാഷാ വൈവിധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാർ, അതിപ്പോൾ ഗോത്രഭാഷയാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഇതിൽ സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ സാർവദേശിക സാഹിത്യോത്സവം ഈ രാജ്യത്തിന് വെളിയിൽ നിന്നുള്ള എഴുത്തുകാരടക്കം, വിദേശ രാജ്യങ്ങളിലെത്തിയ എഴുത്തുകാരടക്കം ഇവിടെ എത്തി ഈ സാഹിത്യ മേഖലയെ കൂടുതൽ, കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മേഖലയെ കൂടുതൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സാഹിത്യോത്സവം എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് വളരെ ശക്തമായി തന്നെ ജനപങ്കാളിത്തം കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന, കാരണം പുസ്തകങ്ങളിൽ കൂടി മാത്രം പരിചയപ്പെട്ട ആ പ്രിയപ്പെട്ട എഴുത്തുകാരെ ഒരു നോക്ക് കാണുവാനും അതുപോലെ തന്നെ അവർക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടും ഒക്കെ ആളുകൾ, അവരുടെ പ്രിയപ്പെട്ട വായനക്കാർ എത്തിച്ചേരുന്നു എന്നുള്ളതും ഈ സാഹിത്യോത്സവത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്.